അച്ഛനെ ഞാൻ എന്റെ അച്ഛനായിട്ടല്ല കാണുന്നത്. അങ്ങനല്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത്. മോനെ, ഓ നിന്നെ ഞാൻ എന്റെ മോനായിട്ടല്ല കാണുന്നത്, നമ്മള് ഫ്രണ്ട്സ് അല്ലടാ. അത് കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാനിപ്പോ ടൗണിലോട്ടൊന്ന് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ ഈ വീട് ഇവിടെ വച്ചേക്കണേ എന്റെ അച്ഛൻ. വേറൊന്നും കൊണ്ട് പറയല്ല, ഞാൻ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു പൈന്റ് കൂടി വാങ്ങിച്ചോണ്ട് വരുന്നു, നമ്മൾ രണ്ടുപേരും കൂടെ അടിക്കുന്നു. ഒരച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയതാണോ അവൻ പറഞ്ഞ്? ഒരു പൈന്റ് മേടിച്ചുകൊണ്ടിരാന്ന്. 1/2 ലിറ്റർ മേടിക്കണം, 1/2 ലിറ്റർ. ഞാൻ മേടിച്ചു വെച്ച നീ അല്ലേ മൊത്തം കഴിച്ചോ? അച്ഛൻ എന്റെ അതിനുള്ള പൈസ തികയൂലെന്ന്. കള്ളിന്റെ കേസിൽ അച്ഛനും മോനൊക്കെ ഒക്കെ കണക്കെപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഇത് ഞാൻ എഴുതി വെച്ചോളാം. ഇന്നത്തെ 2 പെക്കിന്റെ പൈസ ഞാൻ എഴുതി വെക്കും. ആയിക്കോട്ടെ. കാണിച്ചു. അല്ല, ഈ ടൗണിൽ പോണ്ട് നിന്റെ കയ്യിൽ എന്തിനാ ബോർഡ്? ബോർഡാ ഗേറ്റ് തൂക്കായി. എടാ നോക്കട്ടെ. ദൈവമേ, അച്ഛനുണ്ട് സൂക്ഷിക്കാന്ന്. സാധാരണ പട്ടിയുണ്ട് സൂക്ഷിക്കാന്നല്ലേ വീട്ടിന് മുമ്പിൽ വെക്കാറ്. ഇവിടെ പട്ടിയില്ലല്ലോ. ഓരോരുത്തരും ഗേറ്റിന്റെ മുമ്പ് നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ. ഈ ബോർഡ് അവിടെ വയ്ക്കുന്ന അവർക്കൊരു മുന്നറിയിപ്പിനാണ്. കാര്യം ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അച്ഛനൊരു പരോപകാരം ചെയ്യേക്കൊണ്ട് കഷ്ടകാലത്തിന് അവരെങ്ങാനും വെള്ളം കുടിക്കാൻ എന്തിനാ വന്നു കഴിഞ്ഞാൽ കേസ് മഴക്കോറ്റി പറയാടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഈ ബോർഡ്. അയ്യോ, അനിയത്തി വിളിക്കുന്നേട്ടാ. ഹലോ, എന്തടി? അയ്യോ എന്നടാ? അവളമ്മ കിച്ചു ഇല്ലേ, കിച്ചുവിന്റെ പാന്റ് ഷർട്ടും കാണാനില്ല പോലും. അതാ മൂത്ത ചെറുക്കൻ വല്ല കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചായിരിക്കും. അത് നോക്കാൻ പറ. എടി, അച്ഛൻ പറയുന്നത് മൂത്ത ചെറുക്കൻ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ സത്യം നീ ഞാൻ വിളിക്കാം. നീ ടെൻഷൻ ആവില്ലേ, ഞാൻ വിളിക്കാം. കേട്ടോ ശരിയാണോ? നീ എന്നാ കേട്ടെന്ന് ഞാൻ കേട്ടില്ലോ, പിന്നെ ഞാൻ എങ്ങനെ പറയടാ അത് ശരിയാന്ന്? ഇതെന്നെ പറയണല്ലേ? സിന്ധു ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞത് സത്യമാണോ അല്ലേ, എനിക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. സിന്ധു എന്നാ നിന്നെ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല പൊന്നു സുഹൃത്ത്. സിന്ധുവിന്റെ കൂട്ടുകാരി ലതയുടെ ഹസ്ബൻഡ് രഘു സിന്ധുവിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അത് സത്യമാണോ ഇല്ലെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഈ സിന്ധുവിന്റെ കൂട്ടുകാരി ലതയുടെ അടുത്ത് ആ രഘു എന്ന് പറഞ്ഞവൻ എന്നെ പറഞ്ഞെന്ന് സിന്ധു ആണ് കേട്ടത്. അതാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. അത് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ കേൾക്കും? എന്നാന്ന് വെച്ചാ പറ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാൽ. അച്ഛൻ ഇത്തവണയും 10ാം ക്ലാസ് എഴുതുന്നുണ്ടോ? ഞാൻ ഈ തവണ SLC എഴുതുന്നുണ്ട്. മനുഷ്യനെ നാണം കെടുത്താൻ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എത്ര തവണ എഴുതി? എടാ, നമ്മുടെ ഈ കുടുംബത്ത് ഒരാളെങ്കിലും 10ാം ക്ലാസിന്റെ പടി കിടക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവില്ലേ? നീയോ കടന്നില്ല എന്നും പറഞ്ഞത് വല്ലാത്ത ആഗ്രഹമല്ലേ? ഞാൻ ഈ തവണ എഴുതും, പാസ്സാവുകയും ചെയ്യും. പറയുന്നതായിട്ടൊന്നും എഴുതുമ്പോ പാസ്സായെന്നാണ്. നീ എന്നെ അങ്ങനെ കളിയാക്കല്ലേ? എടാ, ഫസ്റ്റ് ചാൻസിന് തന്നെ വെറും 2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. കറക്റ്റാ. കിട്ടിയ 10 മാർക്കിന്റെ ഇപ്പുറത്തെ 2 ഇട്ടിരുന്ന 210 അന്നേ ജയിച്ചു പോവേണ്ടത്. ഉള്ള കാര്യം ഞാൻ പറയാം, നാണക്കേടാണ്. അച്ഛന്റെ കൂടെ പരീക്ഷ എഴുതാൻ വരുന്ന എന്റെ കൂടെ പഠിച്ച പയ്യന്മാരുടെ പിള്ളേരാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഒരു പെണ്ണെങ്കിലും കെട്ടിക്ക്. എടാ, പെണ്ണ് കെട്ടണമെങ്കിൽ മിനിമം നല്ലൊരു തൊഴിൽ അറിഞ്ഞിരിക്കണം. അതല്ലേ ഒരു പെണ്ണ് കിട്ടിയില്ലെങ്കിൽ വേണ്ട. എവിടെയെങ്കിലും ഇറങ്ങി 10 പെണ്ണുങ്ങളെ വളച്ചെന്നെങ്കിലും ഇവിടെ ഉണ്ട്. അതിനുള്ള ഗഡ്സുമില്ല. അതൊക്കെ നമ്മളായിരിക്കണം. 20,000 പിള്ളേർ അടുക്കളക്കകത്ത് മറ്റേ സ്ക്രാപ്പർ ഇരിപ്പുണ്ട്, എടുത്തൊരു പിടി പിടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയരുത്. നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് ഈ തവണ ഫുൾ A+ വേണം. ഇത് A+ന് വേണ്ടിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല, ഫുൾ A വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഓർത്ത് പറയുന്നു, ആവശ്യമില്ല 10ാം ക്ലാസ് പരിപാടി ഇവിടെ ഇറങ്ങാൻ പറ്റൂല. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ, എനിക്ക് എന്റെ ലൈഫിന്റെ ഒരു പ്രൈവസി നോക്കണ്ടേ? നിന്റെ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും നോക്കും? അപ്പോഴും എന്റെ മുഖം കാണണമെന്നാണ് ആഗ്രഹം. എനിക്ക് SLC എഴുതി പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി മേടിച്ച് ലൈഫ് സെറ്റിലാക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്തോ കട്ട വന്ന് പറ. ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിക്കല്ലേ എന്റെ പൊന്നച്ഛൻ, നാണക്കേടാണ്. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ 10ാം ക്ലാസ് ചെയ്തും A+ മേടിക്കും, പാസ്സാവും, ജോലി മേടിക്കും. എന്തോ ചെയ്യാനെന്ന് പറ. നാണക്കേട് ഉണ്ടാക്കാനായിട്ടാണ് ഇത്.